ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. സ്പെഷ്യൽ വ്ളോഗാണിത്. എൻഗേജ്മെന്റ് വ്ളോഗാണ് ഗായ്സ്. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. എവിടേക്കാണ് പോകുന്നത്? നമ്മളങ്ങനെ ട്രിവാൻഡ്രം കിളിമാനൂരിൽ നിന്നും നമ്മൾ തിരുവല്ല മല്ലപ്പള്ളിയിലേക്കാണ് പോകുന്നത്. അവിടെയാണ് നമ്മുടെ പെൺകുട്ടി കാത്തിരിക്കുന്നത് നമ്മുടെ എൻഗേജ്മെന്റിന് വേണ്ടിയിട്ട്. അങ്ങനെ ചേട്ടന്റെ എൻഗേജ്മെന്റിന്റെ ആ ഒരു യാത്രയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ, അമ്മ, ചേട്ടൻ, സാന്റുവേട്ടൻ, നമ്മൾ കാറിലും ബാക്കിയുള്ളവരെല്ലാവരും ട്രാവലറിലും ആയിരുന്നു യാത്ര. അങ്ങനെ അളിയന്മാർ രണ്ടുപേരും സെയിം കളർ ഡ്രസ്സും ഞാനും അമ്മയും ഏകദേശം റോസ് ആ ഒരു കളർ കോമ്പിനേഷൻ ഒക്കെ ആയിട്ടായിരുന്നു. അതായിരുന്നു നമ്മുടെ കളർ കോഡ്. അങ്ങനെ ആ ഒരു യാത്രക്കിടയിൽ എന്റെ കുറച്ച് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആണ് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ഗായ്സ്, നമ്മൾ അങ്ങനെ കല്യാണ ചെറുക്കനുമായിട്ട് നമ്മൾ എൻഗേജ്മെന്റിന് പോവുകയാണ്. അപ്പോൾ ചെറുക്കനോട് ചോദിക്കാം, എന്താണ് ഇപ്പോൾ മനസ്സിൽ വരുന്നത്? എക്സൈറ്റ്മെന്റ് ആണോ, ടെൻഷൻ ആണോ? പറയൂ. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് എന്താന്ന് പറയാൻ എനിക്ക് അറിയില്ല. എനിക്ക് ഇത്രയും നാളത്തെ കാത്തിരിപ്പിന് ശേഷം സൗദിയിൽ നിന്നുള്ള കാത്തിരിപ്പ് അത് നാട്ടിൽ വരാൻ വേണ്ടിയിട്ടായിരുന്നു. ഇപ്പോൾ നാട്ടിൽ വന്ന് 5 ദിവസം ആവുന്നു. ഈ 5 ദിവസം എനിക്കൊരു 50 ദിവസമായിട്ടാണ് തോന്നിയത്. ഇപ്പോൾ അടുത്ത കാത്തിരിപ്പ് തിരുവല്ലയിൽ എത്താനുള്ളൊരു കാത്തിരിപ്പ്. ഓക്കെ, കാത്തിരിപ്പിനേക്കാൾ ഉപരി ഒരു ത്രില്ലുണ്ടോ, ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടോ? എക്സൈറ്റ്മെന്റ് എന്താ എങ്ങനെ എക്സ്പ്രസ് ചെയ്യേണ്ടത്, എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ അതുകൊണ്ട് വണ്ടി ഞാൻ പതുക്കെ ഓടിച്ചോണ്ട് പോവുക. മനസ്സുകൊണ്ട് ഞാൻ സ്പീഡിൽ വേഗത്തില്ല വാഹനം. അതെ, ആദ്യമായിട്ടാണ് എന്റെ ചേട്ടൻ ഇത്രയും സ്ലോയിൽ പോകുന്ന ഞാൻ കാണുന്നത്. ഭയങ്കര അഭിമാനമുണ്ട്. ഞാൻ എടുത്ത് കണ്ണു തുറന്നു കഴിഞ്ഞാൽ അങ്ങ് പോകും. അതെ, അങ്ങനെ നമ്മളൊക്കെ അത് കുറച്ച് ഐറ്റംസ് ഇവിടെ ബേക്കിലുണ്ട്. ചോക്ലേറ്റ് ഹാമ്പർ, അതുപോലെ റിംഗ് പ്ലേറ്റ്, ബൊക്കെ, പിന്നെ ഒരു ഡ്രസ്സ്. ഇതെല്ലാം നമ്മുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞ ശേഷം കുട്ടിക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റുകളൊക്കെയാണ്. ഇത് എല്ലാം ഞാൻ സ്വന്തമായി ഉണ്ടാക്കിയതാണ്. അതിൻ്റെ ഒരു അഹങ്കാരം എനിക്കില്ല. എന്നാൽ പോലും ഇത്രയും പെർഫെക്റ്റ് ആവുമെന്നും ആ ഒരു ടൈമിങ്ങിൽ ചെയ്ത് തീർക്കാൻ പറ്റുമെന്നും ഞാൻ ഒട്ടും വിചാരിച്ചതേ അല്ല. അങ്ങനെ നമ്മൾ ഹാളിലെത്തി ഭയങ്കര ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് നല്ലൊരു സ്റ്റേജും ആൾക്കാരും എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുകയാണ്. നമ്മളും അതിലൊട്ടും പിന്നിലല്ല, നമ്മളും ഭയങ്കര ഹാപ്പിയാണ്. പക്ഷേ എൻ്റെ ചേട്ടന് കുറച്ച് നെർവസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു കല്യാണത്തിനേക്കാൾ കൂടുതൽ എൻഗേജ്മെൻ്റ് ആണ് എൻ്റെ ചേട്ടൻ നെർവസ് ആയിരുന്നത്. അതാണ് നമ്മുടെ എൻഗേജ്മെൻറ്റ് പ്ലേറ്റ്, റിംഗ് പ്ലേറ്റർ എന്ന് പറഞ്ഞാൽ പറയാം. അത് ഞാൻ തന്നെയായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ അവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. 2 റിങ്ങും നമ്മൾ അവിടെ വെച്ചതിന് ശേഷമാണ് അതിൽ നിന്നാണ് എടുത്തിടേണ്ടത്. അങ്ങനെ അവരുടെ വീട്ടുകാരെല്ലാവരും വന്നു. ചെറുക്കൻ ആദ്യം സ്റ്റേജിൽ കയറിയിരിക്കുകയാണ്. പിന്നാലെ പെണ്ണും പെണ്ണിൻ്റെ വീട്ടുകാരും കൂടെ ചേർന്ന് പെൺകുട്ടിയെ സ്റ്റേജിലേക്ക് ആനയിച്ചു. അങ്ങനെ നമ്മൾ ഒരു ബൊക്കെ ആയിട്ടൊക്കെയാണ് പോയത്. അപ്പോൾ പെൺകുട്ടിയുടെ കയ്യിലും ഉണ്ട് ഒരു ബൊക്കെ. അങ്ങനെ അവർ പരസ്പരം ബൊക്കെ കൈമാറുന്നത് ആ ഒരു കാണുന്ന ഒരു നിമിഷത്തിലാണ്. അതിപ്പോൾ അത് നമുക്ക് എടുക്കാനായിട്ട് കഴിഞ്ഞില്ല. ഒന്നാമത്തെ കാര്യം, ഞങ്ങൾ സ്റ്റേജിൻ്റെ ആ ഒരു ഭാഗത്തായി പോയി. അപ്പോൾ ബാക്കിയെല്ലാം എടുത്തത് മോളൂട്ടിയായിരുന്നു. അങ്ങനെ ചേട്ടൻ നാട്ടിൽ വന്നതിന് ശേഷം ഈ ഒരു എൻഗേജ്മെന്റ് ഡേയിലാണ് പെൺകുട്ടിയെ നേരിട്ട് കാണുന്നത്. അപ്പോൾ കളർ കോംബോ ഇതെല്ലാം നെറ്റ് വഴി അല്ലെങ്കിൽ വാട്സപ്പ് വഴി നമ്മൾ കണ്ട ആ ഒരു ഊഹം വെച്ചിട്ടാണ് ഡ്രസ്സൊക്കെ എടുത്തത്. എന്നാൽ ഏകദേശം കറക്റ്റ് ആയിട്ടുണ്ട്. രണ്ടുപേരുടെ ഡ്രസ്സും ആ ഒരു കോമ്പിനേഷനും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഒരുപാട് പേര് കോംപ്ലിമെന്റ് പറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെ നമ്മുടെ ഈ ഒരു എൻഗേജ്മെന്റ് ഒരു ചടങ്ങ് അത് ആരംഭിക്കുകയാണ്. ജൂലൈ മാസം 5-ാം തീയതി. അതെ, അങ്ങനെ ജൂലൈ 5-ാം തീയതി 2026 സൂര്യയുടെയും അഖിൽ രാഹിന്ദിന്റെയും എൻഗേജ്മെന്റ് അവിടെ ഉറപ്പിക്കുന്ന ആ ഒരു കാര്യം അല്ലെങ്കിൽ ആ ഒരു അനൗൺസ്മെന്റ് ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ കുറച്ച് നോയ്സ് കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് കൂടുതൽ അത് ഇടാതിരുന്നത്. അങ്ങനെ ആ ഒരു ചടങ്ങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി റിംഗ് എക്സ്ചേഞ്ചിന്റെയും അതുപോലെ നമ്മുടെ ജാതകം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്ന ആ ഒരു ചടങ്ങാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറുക്കൻ്റെ അച്ഛനും പെണ്ണിന്റെ അച്ഛനും കൂടെ വന്നിട്ട് ജാതകങ്ങൾ രണ്ടും കൈമാറുന്നു. അങ്ങനെ ചെറുക്കനും പെണ്ണും എഴുന്നേറ്റ് അവരുടെ ബൊക്കെയൊക്കെ താഴെ വെച്ചതിന് ശേഷം അവർക്ക് റിംഗ് എടുത്തു കൊടുത്ത് അവർ റിംഗ് ഇടുകയാണ്. അപ്പോൾ ആ ഒരു ഭാഗം ആ വീട്ടുകാർക്ക് മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ. കാരണം എല്ലാവരും ആ ഒരു ഏതോ ഒരു ദിക്കിലോട്ട് നോക്കി വേണം അത് ചെയ്യാനായിട്ട്. അപ്പോൾ വെളിയിലിരിക്കുന്ന ആർക്കും അത് ഇടുന്നത് കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഫോണിൽ കൂടെ അത് വീഡിയോ എടുക്കാൻ നമുക്ക് പറ്റിയില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എൻഗേജ്മെന്റിലെ ഓരോ ഗിഫ്റ്റ് പെൺകുട്ടിക്ക് ഓരോന്നായി കൊടുക്കുകയാണ്. നമ്മളെല്ലാവരും കൂടെ ഷേക്ക് ഹാൻഡ് കൊടുത്തു, കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞു. അങ്ങനെ എൻഗേജ്മെന്റ് കഴിഞ്ഞ ശേഷം പിന്നെ അറിയാലോ, പിന്നെ അങ്ങോട്ട് ഫോട്ടോഷൂട്ടിന്റെ ആ ഒരു ടൈമാണ്. അങ്ങനെ ക്യാമറാമാൻ വന്നു ഓരോരുത്തരായിട്ട് എടുത്തു. നെറ്റിഷോവും അവരുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞിരിക്കുകയാണ്. അവരും ഹാപ്പിയാണ്, അതിലുപരി നമ്മളെല്ലാവരും ഹാപ്പിയാണ്. അപ്പോൾ ഈ ഒരു ഹാപ്പിനെസ് കുറച്ചും കൂടി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. ഇതെല്ലാം നമ്മുടെ റിലേറ്റീവ്സ് ആണ്. ജയന്തൻ കൊച്ചൻ, ഷീബാൻഡി, ശ്രീകുട്ടി, ഇതെല്ലാം എൻ്റെ അച്ഛൻ്റെ റിലേറ്റീവ്സിൽ വരുന്നവരാണ്. അത് കഴിഞ്ഞ ശേഷം എൻ്റെ അമ്മയുടെ റിലേറ്റീവ്സും ഒക്കെയാണ് ഈ കാണുന്നത്. ഷീലാൻറ്റി, മമ്മി, ആൻറ്റി, അങ്ങനെ എല്ലാവരും. അത് കഴിഞ്ഞ ശേഷം കുറച്ച് കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മൾ ഇരിക്കുകയാണ്. കുറേ നേരം നമുക്ക് സംസാരിക്കാനും പറയാനൊക്കെ കിട്ടി. കുറച്ച് മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആ ഒരു സമയത്ത് നല്ല രീതിയിൽ എല്ലാം മംഗളമായിട്ട് നടന്നു. അങ്ങനെ പെണ്ണും ചെറുക്കനും ഫോണൊക്കെ നോക്കി ഭയങ്കര ബിസി ആയിട്ടിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. അവർ കുറച്ച് ലേറ്റായി കഴിക്കാനായിട്ട്. അങ്ങനെ പിന്നെ എല്ലാം കഴിഞ്ഞ് നമ്മൾ വീണ്ടും യാത്രയായി തിരിച്ചിരിക്കുകയാണ് നമ്മുടെ ട്രിവാൻഡ്രം നമ്മുടെ വീട്ടിലേക്ക്. അങ്ങനെ എല്ലാവരും വീട്ടിലേക്ക് എത്തി നമ്മളൊരു ഹൈ പറഞ്ഞ് നമ്മൾ പിരിയുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു എൻഗേജ്മെന്റ് വ്ളോഗ്. ബാക്കി വ്ളോഗുകളെല്ലാം പിന്നാലെ വരുന്നുണ്ട്. ആരും മിസ്സാക്കാതെ എല്ലാം കാണേണ്ടതാണ്.
ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക.